ചെവിതല കേൾപ്പിക്കില്ല മനുഷ്യനെ. നേരം വെളുക്കുമ്പോ തുടങ്ങും ഇത് മരിച്ച് മുമ്പിൽ വെച്ചിട്ട്. തൊടിയിൽ 4 നേന്ത്രവാഴക്കന്ന് വെച്ചിട്ടുണ്ട്. അതിന്റെ തടവൊന്ന് ചിക്കി കൊടുത്താലോ? പശുക്കൾ കിടന്ന് അമർന്നത് കേട്ടില്ലേ? ഒരു പിടി വൈക്കോല് പിടിച്ചിട്ട് കൊടുത്താലോ? അതെങ്ങനെയാ? മറ്റുള്ളവർക്ക് ഒരു ഉപകാരമായി പോവില്ലേ? തൊട്ടേനും വെച്ചേനും പണിക്കാരെയും കാത്തിട്ടിരുന്നു. കെട്ടുകെട്ടായിട്ടില്ലേ ഇവിടെ സമ്പാദിച്ചു വെച്ചിട്ട് പോയിരിക്കുന്നത്? ചെയ്യേണ്ട എപ്പോഴായാലും ഞാൻ തന്നെയല്ലേ ചെയ്യണേ. പിന്നെന്തിനാ ഇളയമ്മ വെറുതെ ബഹളം ഉണ്ടാക്കണേ? തറുതല കേട്ടില്ലേ? ഞാൻ ഉണ്ടാക്കുന്നത് ബഹളം. ഇവള് മൂക്കുമുട്ട തിന്നിട്ട് പോയി ഇതും വെച്ച് കിരികിരേന്ന് കരയിച്ചോണ്ടിരുന്ന ബാക്കിയുള്ളൊരു കമാന്ന് മിണ്ടാൻ പാടില്ല. കേവം തന്നെ നിന്റെ ന്യായം. പോ രേക്കുട്ടൻ പോ, പോയി ഡ്രസ് ചെയ്യ്. സ്കൂളിൽ പോകാൻ സമയമായി. അതുകൂടെ നിനക്കാവില്ല? അവൻ എത്താത്തടത്ത് കയറിയുള്ള തുണി മുഴുവൻ വലിച്ചതായിട്ടാ ആർക്കാ ചെയ്തല്ലേ? അപ്പ ഇതുപോലൊരു അവതാരം ഈ 7-14 ലോകത്തിലുണ്ടാവില്ല. ടീച്ചർ ഒരു രാക്ഷസിയുടെ കഥ പറഞ്ഞല്ലോ. ആളുകളെ കണ്ട ഗർന്ന് ചിരിച്ചിട്ട് വരും അത്രേ. കടിച്ചു നിന്നിട്ട് എല്ലും മുടിയെല്ലാം കാട്ടിൽ കൊണ്ടുവിടും അത്രേ. അമ്മ അതുപോലെ ഒരു രാക്ഷസിയല്ലേ? അങ്ങനെയൊന്നും പറയരുത്. മോന്റെ അമ്മയല്ലേ? ചീത്ത കുട്ടികൾ അങ്ങനെയൊക്കെ പറയാട്ടോ. മോൻ ചീത്ത നല്ല കുട്ടിയല്ലേ? ഞാനേ അരീക്കുളങ്ങര പത്മാവതിയമ്മയുടെ ഉടം വരെ ഒന്ന് പോവുക. കഞ്ഞിയും പുഴുക്കും ഉണ്ടാക്കി പാടത്തേക്ക് അയക്കണം, മറക്കണ്ട. കുളിമുറി കിടക്കണ തുണിയെല്ലാം അലമ്പിടാൻ നോക്ക്. വൈകിട്ടായ മഴക്കാറുണ്ടാവും, ഉണങ്ങില്ല. പിന്നെ വെറുതെ തലകുലിക്കിട്ട് കാര്യമില്ല. പറയണതൊക്കെ മണ്ടയ്ക്കകത്ത് കയറണുണ്ടോ? മോന്ത വീർപ്പിച്ചിട്ട് എന്താ കാര്യം? കണ്ടറിഞ്ഞ് ചെയ്താൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ നോക്കാം. ഞാൻ ഇനി ഉണ്ണിയായിട്ടുള്ള വഴിക്ക് വരില്ല എങ്ങനെയാണെങ്കിൽ. നീ എന്റെ സ്വന്തമെന്ന് നാട് മുഴുവൻ അറിയണ കാര്യമാണ്. പിന്നിപ്പോ 4 ആൾ കണ്ടാലെന്താ? സത്യം പറഞ്ഞ ഉണ്ണിയേട്ടനോട് എനിക്ക് ദേഷ്യ വരുന്നത്. ഉണ്ണിയേട്ട ഒരു ദുഷ്ടനാ. ചെറുത്താന്റെയും കടലിലെയും നടുക്കെന്ന് പറഞ്ഞ പോലെയാ ഇവിടെ എന്റെ സ്ഥിതി. അതിന്റെ ഇടയിലാ ഉണ്ണിയേട്ടനെ ഈ പാട്ടും കൂത്തും. ചേച്ചേ കരയാ? ഇതല്ലേ പറഞ്ഞ വേണ്ടാന്ന്? നിന്റെ കഥയൊന്നും അറിയാഞ്ഞിട്ടല്ല മോളെ. ഞാനിന്ന് പൊട്ടിച്ചിരിച്ച് കാണിച്ചാലെങ്കിലും നിന്റെ മുഖത്ത് ഒരു ഇത്രയെങ്കിലും തെളിച്ച ഉണ്ടായാലോ എന്ന് കരുതിയിട്ട് മാത്ര ഞാൻ ഈ കോപ്പറേറ്റീവെല്ലാം കാട്ടണേ. ചിലപ്പോ തോന്നും ജോത്സ്യവും കബഡിയും അവന്റെ പണ്ടാരവും എല്ലാം പുല്ലാന്ന് വിചാരിച്ച് നിന്നെയും കൊത്തിയെടുത്ത് പറന്ന് പറന്ന് ഈ ലോകത്തിന്റെ അങ്ങേ തലയ്ക്കൽ എവിടെയെങ്കിലും ചെന്ന് കൂടിയാലോ എന്ന്. പക്ഷേ അച്ഛനെ ഓർക്കുമ്പോഴാ എന്നെ സുമിത്രനെ പോലെ തന്നെയോ ചിലപ്പോ അതിനേക്കാളും കുറെ കൂടുതലായിട്ടോ നള്ളിനെ സ്നേഹിക്കുന്ന ആളല്ലേ എന്റെ അച്ഛൻ. അച്ഛന്റെ ചില സെന്റിമെന്റ്സ് അതിനെ മാനിക്കാനെങ്കിലും ഇത്രയും പുറത്ത് നമ്മള് കുറച്ചുകൂടെ അങ്ങ് പുറത്തൂടെ? അതാ വയ്ക്കോ. കണ്ടില്ലേ, എനിക്ക് ഇന്നത്തെ പൂരത്തിനുള്ള വകയായി. ഞാൻ സഹിച്ചോളാം. അതിന് ഉണ്ണേട്ടനാ എനിക്കൊരു ധൈര്യം. എത്ര ചെറുപ്പത്തിൽ വിധവയായാലും സമൂഹം അവളെ ശപിക്കപ്പെട്ടവളായി മാറ്റി നിർത്തും. വിധവയെ ആരും വിവാഹം കഴിക്കുകയില്ല. തലമുണ്ടനം ചെയ്യണം. നല്ലിയർത്തി, മുണ്ടനം ചെയ്യാന്ന് വെച്ചാൽ എന്താ? തല മൊട്ടയടിക്കുക. വെള്ള വസ്ത്രങ്ങളെ ധരിക്കാവൂ. ആഭരണങ്ങളോ അലങ്കാരങ്ങളോ അണിയാൻ അനുവദിച്ചിരുന്നില്ല. മംഗളമുഹൂർത്തങ്ങളിൽ വിധവയെ ദർശിക്കുന്ന അശുഭ സൂചകമായിട്ട് കണക്കാക്കിയിരുന്നു. ആർക്കും വേണ്ടാതെ എല്ലാവരും വേറെ ഗതിയില്ലാഞ്ഞിട്ടോ അല്ല 2ാം സംബന്ധമായിട്ട് ഞാൻ ഈ കുടുംബത്തിൽ വന്നു കയറിയത്. ഇവിടെ ആരുടെയും പണവും പകിട്ടും കണ്ടിട്ടുമല്ല. പഞ്ചാര വാക്കും പറഞ്ഞ് കൊഞ്ചിട്ടും കാല് പിടിച്ചിട്ടും വിളിച്ചിറക്കി കൊണ്ടുവന്നതാ എന്നെ നിന്റെ തന്ത. പുന്നാരമ്മളുടെ മഹിമകൾ പാടിക്കേട്ടപ്പോ അതിലങ്ങ് മയങ്ങിപ്പോയത് എന്റെ തെറ്റന്നെയാ. അടിക്കണം എന്നെ തന്നെ, ചെരുപ്പൂരി അടിക്കണം. എത്രയായാലും ആരാൻ പറ്റും താൻ പറ്റുന്നോളം വരില്ലെന്ന് ഞാൻ അന്നേ കാണേണ്ടതായിരുന്നു. എന്നിട്ടും ഏതോ പാപപുണ്യം വിചാരിച്ച് ഈ പാമ്പും കുഞ്ഞിനെടുത്ത് ഒക്കത്ത് വെക്കാൻ വന്നപ്പോ വാളും പരിചയം എടുത്ത് നിന്നവരാ ഇന്ന് അവകാശം കൊണ്ടാടാൻ വരുന്നത്. ഒരു കണക്കിന് നോക്കിയാ നിന്റെ അച്ഛനെ നേരത്തെ അങ്ങ് കെട്ടിയെടുത്ത് നന്നായിടി. അല്ലെങ്കിൽ ഇപ്പൊ അളിയന്റെയും തൃപ്പുത്രന്റെയും താഴത്തിന് തലയും കുത്തി നിന്ന് ആടുന്നത് എന്റെ കണ്ണുകൊണ്ട് തന്നെ കാണേണ്ടി വരുമായിരുന്നു. എടി, നിന്റെ തോന്നിയാസത്തിന് നാട് തിരക്കി നടന്നാലേ മുട്ടുകാല് തല്ലിയൊഴിച്ച് മൂലക്കിലടി ഞാൻ പറഞ്ഞേക്കാം.
പഴമക്കാരി പറയണ വെറുതെയാ? 10 ഗുണം 10 ഗുണമെന്ന്. പെറ്റ മൂദേവി എന്തായിരുന്നു ആകാന്ന് ആർക്കറിയാം? എളയമേ, അച്ഛനെ പറഞ്ഞ അടക്കി പിടിച്ചിട്ടായാലും ഞാൻ സഹിക്കണത്. അച്ഛന്റെ മേലെ നിങ്ങൾക്കൂടെ കുറച്ച് അവകാശമുള്ളതുകൊണ്ടാ. എന്നാ അമ്മ, അമ്മ എന്തിനാ നിങ്ങളീ പറയണത്? ക്ഷമിക്കണേനൊരു അതിരുണ്ട്. എന്നിട്ട് എന്താ നീ എന്നെ ചെയ്യാൻ പോണേ? അങ്ങ് വിഴുങ്ങി കളയോ? ചന്ദ്രാസ് കണക്കിട്ടൊന്നും കാര്യമില്ല. അടങ്ങി ഒതുങ്ങി ഒള്ളേലോരി നിന്നിട്ട് ഒരു മൂലയിലെങ്ങാനും കിടന്നോ, അതാ നിനക്ക് നല്ലത്. എടാ രഘു, ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്, വന്ന് തിന്നിട്ട് കിടക്ക്. പറഞ്ഞത് കേട്ടില്ലേ? ചോറ് തിന്നിട്ട് കിടക്ക്. എനിക്ക് വേണ്ട. എന്താ? എനിക്ക് വേണ്ട. ചോറും വേണ്ട, ഒന്നും വേണ്ട. ശരി, വേണ്ടെങ്കി വേണ്ട. കിടക്ക് പോയി. പോ. ശബാഷ്. Well done, well done. അച്ഛൻ തോറ്റു. രാജലക്ഷ്മി, ഇവളെന്നെ തോൽപ്പിച്ചു കളഞ്ഞിട്ടോ. അമ്മ, ഇനി ഞാൻ കുറച്ചു നേരം. ഇങ്ങനെ വേർപ്പ് വഴക്കൊക്കെ ആയിട്ടൊന്നും വീണ തൊടാൻ പാടില്ല കേട്ടോ. ചെല്ലു, ചെന്ന് മേലെ ഇട്ടു. പോയിക്കോ പോയിക്കോ. എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് മോളെ. കുളിച്ച് സുന്ദരിയായിട്ട് പോയി വീണ വായിക്കണം കേട്ടോ. എന്റെ മോള് എന്നേക്കാൾ നന്നായിട്ട് വീണ വായിക്കുന്ന ഇപ്പോഴത്തെ തുടക്കം കണ്ടാലേ അറിയാം. അത് ശരി, എന്റെ മോളെന്ന് അങ്ങ് വേർതിരിച്ച് പറഞ്ഞാൽ എങ്ങനെയാ? ചന്തയെന്ന് ലേലത്തിന് വാങ്ങിക്കൊണ്ടുവന്നോന്നല്ലോ മോളെ. ശരി, നമ്മുടെ മോള് നമ്മുടെ മോള് നമ്മുടെ മോള് മതിയോ? മോളെ മോളെ നടുവിലുണ്ട്. സ്മൈൽ പ്ലീസ്. എന്റെ മുടി എങ്ങനെയുണ്ട്? സ്മൈൽ പ്ലീസ്. ഇതാ, ഈ ഭാഗത്താണ് കുഴപ്പം. ഓപ്പറേഷൻ എത്ര വേഗം ചെയ്യുന്നോ അത്രയും നല്ലത്. എവിടെ എന്റെ അമ്മ? നളിനി, നോക്ക് മോക്ക് മോക്ക് വേണ്ടിട്ട് അച്ഛനൊരു അമ്മയെ കൊണ്ടുവന്നിരിക്ക. ഇതാ. നളിനി, നീ അപ്പുറത്തെ മുറി കിടന്നോ? വേണ്ട, ഞാൻ അച്ഛൻ്റെ കൂടെ കിടന്നോളാം. ശാഠ്യം പിടിക്കാതെ പറയുന്നത് കേക്ക്. വാ.
വിഷമങ്ങള് പറയാണ്ട് തന്നെ എനിക്കറിയാം മോളെ. ആ തീക്കുണ്ടത്തിലെ പ്രതി വേണ്ടാന്നും വെച്ചിട്ട് നിന്നെ വിളിച്ചിറക്കൊണ്ടുവരാൻ പ്രാപ്തി ഇല്ലായിട്ടുമല്ല. പക്ഷേ എന്തും ചെയ്യുമ്പോ അതിന്റെ ഒരു ചിട്ടയോടും ചട്ടവട്ടങ്ങളോടും കൂടി തന്നെ വേണമല്ലോ എന്ന് കരുതിയിട്ട് മാത്രം. എന്ത് തെറ്റ് ചെയ്തിട്ടാ എനിക്ക് ഈ ശിക്ഷ എന്ന് അമ്മാവ് മനസ്സിലാവാത്ത? അവരുടെ ചൊൽപ്പടിക്ക് അവര് പറയണതെല്ലാം ഞാൻ ചെയ്യണുണ്ട്. എന്നിട്ടും ഈ ആട്ടും തുപ്പും സഹിക്കണം എന്ന് വെച്ചാ മുജമ്മത്തിലെങ്ങാണ്ടോ ഉള്ളൊരു സൂര്യക്കുറവാണെന്ന് കരുതിയിട്ട് തൊടിയിലെങ്ങനെ എത്ര നായ്ക്കൾ കുറയ്ക്കണോ അതിലൊന്നാന്ന് വെച്ച് അങ്ങനെ തള്ളിക്കളയ അത്ര തന്നെ. എങ്ങനെ അമ്മാവ കഴിയാതെ? മർമ്മ എവിടെയാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തൊട്ടേനും പിടിച്ചേനും അവരെന്റെ അമ്മയെ കൊള്ളിച്ച് തോന്നിയാസം പറയണത്. വല്ല കുളത്തിലോ കിണറ്റിലോ ചാടി കഴിയുന്നത്ര വേഗം അമ്മയുടെ അടുത്തേക്ക് എന്നെ അങ്ങ് പോയി ചേർന്നാലോന്ന് കൂടെ ചിലപ്പോ തോന്നിപ്പോകാറുണ്ട്. ഓ, അത് നല്ല കാര്യ. നളിനി, ഈ തലയ്ക്കുള്ളില് ചെളിയല്ലാണ്ട് കുറച്ച് എന്തൊക്കെയുള്ളൊരു പെൺകുട്ടിയായിട്ടാ നിന്നെ കണ്ടിരുന്നത്. ഒക്കെ കളഞ്ഞു കുളിച്ചു. ദാ ഇപ്പൊ അബദ്ധവശാൽ കൂടി ഇനി മേലിൽ അങ്ങനെ ഒരു വിരദോഷം നിന്റെ നാവിന്ന് വരരുത്. ഈ വയസ്സായ നെഞ്ചില് ഒരു വലിയ ആശയുണ്ട്. എന്റെ കൂടെ പിറന്നോള് വീണെടുത്ത് വെച്ച് വായിക്കുമ്പോ തറവാട്ടുള്ളൊരു മുഴുവൻ ശ്വാസം കൂടെ വിടാണ്ട കേട്ടോണ്ടിരിക്കുക. ഞാനും കൂടെ അവളെ സംബന്ധം കഴിച്ചു കൊടുത്തതിന് ശേഷവും ആ വീണവായന കേൾക്കാനായിട്ട് മാത്രം ഞാൻ എത്രയോ പ്രാവശ്യം എരഞ്ഞിക്കിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ശിവരാത്രി ഇടന്ന അവള് വീണ വായിക്കുന്നത് അവസാനമായിട്ട് കേട്ടത്. നിന്റെ ഉണ്ണിയുടെ സംബന്ധം നടക്കുമ്പോ ഇപ്പൊ നിന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്ത് വെക്കുന്ന ആ പിശാദിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു സ്ത്രീധനം വാങ്ങിക്കും. ആ വീണ എന്നിട്ട് ഇവിടുത്തെ പൂജാമുറിയില് നീയത് വായിക്കുന്നത് ഞാൻ കേൾക്കണം. രാജലക്ഷ്മിയുടെ സ്വരൂപമായിട്ട്. എന്നിട്ട് വേണം എനിക്ക് കണ്ണിയുമ്മാൻ. എന്റെ ആശ നീയായിട്ട് തെറ്റിക്കില്ല എനിക്കറിയാം. അവിടെ ഇവിടെ കുറേശ്ശെ നരച്ചു. അപ്പോഴാ ഇവിടെ ചിലർക്ക് കുട്ടിക്കളി കളിക്കാൻ ആശ വരണത്. നിനക്ക് വിവരമില്ലാന്ന് പണ്ടേ അറിയാവുന്ന കാര്യമല്ലയോ? പിന്നെ ഞാനും നിങ്ങളോട്ട് പിള്ളേരോടെ കളിക്കണായിരിക്കും. എടീ ഭാര്യയെ, ജീവിതത്തിന്റെ പകുതി ഭാഗം എയർഫോഴ്സ് തീർന്നു. പിന്നെ കിട്ടിയത് നിന്റെ അപ്പന്റെ കുറെ എസ്റ്റേറ്റും മാങ്ങാത്തൊലിയും. ഇടയിലൊന്ന് റിലാക്സ് ചെയ്യാൻ ഇതൊക്കെയല്ലടി ഉള്ളൂ. നിന്ന് വാചം അടിക്കാതെ എന്ന് ഡ്രസ് ചെയ്യാൻ നോക്ക്. ഓ, നിന്റെ ഡിക്ഷണറിയിലെ മഹത് സംഭവങ്ങളിൽ ഒന്ന് ഷോപ്പിംഗ്. ഞാനതങ്ങ് മറന്നായിരുന്നു. പറക്കും. ഇല്ല, ഞാൻ ഇപ്പൊ റെഡി ആയേക്കാം. 5 minutes. ഓക്കെ? മീരേ, എന്താ മമ്മി? മോക്ക് ഡ്രസ് ഇത് മതിയോ? മമ്മി രഘുവിനെ കൂടെ വിളിച്ചോട്ടോ മമ്മി ഷോപ്പിങ്ങിന്. അവന്റെ അമ്മ അവനെ കാണാൻ വഴക്ക് പറയില്ലേ? ഇല്ലെന്നുണ്ടെങ്കിൽ വന്നോട്ടെ. വരുന്നോ? മീര നോക്ക്. രഘു, നാളെ വരുമ്പോ നളിനി അടുത്തൊരു കാര്യം ചോദിച്ചിട്ട് വരുവോ? എടത്തിയോട് മീരയ്ക്ക് പാട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് വരണം. അത് നമ്മൾ തന്നെ ചോദിക്കുന്നല്ലേ നല്ലത്. നമ്മൾ വേണമെങ്കിൽ പോകാം. രഘു ഒന്ന് സൂചിപ്പിച്ചു വെച്ചോട്ടെ. സരിഗമ പദനി സനി ദപ മഗരി സരിഗമ പദനി സനി ദപ മഗരി
സരി ഗമ പദനി സ സനി ധ പ മ ഗരി സ സരി ഗമ പദനി സ സനി ധ പ മ ഗരി സ സരി ഗമ പദനി സ സനി ധ പ മ ഗരി സരി ഗമ പദനി സ സനി ധ പ മ ഗരി സ. ആദ്യത്തെ ദിവസമല്ലേ, ഇന്ന് ഇത്രയും മതി. രഘുവിന്റെ അമ്മ സമ്മതിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ പേടി. അവര് കുഴപ്പമുണ്ടാക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. ആദ്യം കുറച്ച് ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കിയതാ. ഇപ്പൊ ഇറങ്ങാൻ നേരത്താ ഞാൻ ചെന്ന് പിന്നെയും ചോദിച്ചത്. എന്തായോ എന്തോ ഒരു മറുപടിയും പറഞ്ഞില്ല. ഞാൻ യാത്ര പറഞ്ഞെങ്കിൽ പോരും ചെയ്തു. അമ്മാവൻ ഞാനിത് പറഞ്ഞപ്പോ തന്നെ സമ്മതിച്ചു. ആശീർവദിച്ചിട്ടാ വിട്ടത്. കലാപ്രേമികളെ, ഇന്ന് രാത്രി തലക്കുളത്തൂർ സേവാസംഘം മൈതാനത്ത് നവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സുപ്രസിദ്ധ ഗായകൻ കൈതപ്രം നമ്പൂതിരിയുടെ വമ്പിച്ച ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളേവരും സന്നിഹിതരായി പരിപാടി ഒരു വൻ വിജയമാക്കാൻ. ഗാനമേളയുടെ അവിടെ പാട്ടും കേട്ടോണ്ടിരുന്നപ്പോ, അതും പ്രേമഗാനങ്ങൾ വന്നപ്പോ നീ എന്താ ആലോചിച്ചോണ്ടിരുന്നത്? ഒന്നും ആലോചിച്ചില്ല. നുണ. നീ ആലോചിച്ചത് ഈ പാടനെല്ലാം എന്നെ ഉണ്ണിയേട്ടനെ പറ്റിയാണല്ലോ എന്നാ. കോകില ഇണയെ വിളിക്കുന്നു പാടുമ്പോ ഈ ഉണ്ണിക്കോകിലം ഇങ്ങ് പടിഞ്ഞാറ് എരഞ്ഞിക്കലിരിക്കുന്ന നളിനി കോകിലത്തിനെ വിളിക്കുന്നു. ആ പാട്ടില് രണ്ടുപേരെയെ നമ്മുടെ ഏർപ്പാടുമായിട്ട് ചേരാത്തുള്ളൂ. ഏതൊക്കെയാന്ന് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല, തന്നെ തന്നെ പറഞ്ഞാ മതി. മണ്ടൂസ്. ഇതാണ്. ഇണയോ വിളി കേൾക്കുന്നില്ല, അനുപല്ലവി പാടുന്നില്ല. നമ്മുടെ കഥ ഇതല്ലല്ലോ. നമ്മൾ രണ്ടിലൊരാൾ ആര് മറ്റേയാളെ എപ്പോ വിളിച്ചാലും ആടാനല്ല, പാടാനല്ല, മരിക്കാനായാലും തയ്യാറല്ലേ? അത് പിന്നെന്താ? ഈ അസ്തമിക്കാൻ പോണ സൂര്യബിംബം നോക്കിയിട്ട് ഞാൻ സത്യം ചെയ്യാം. എന്റെ ഉണ്ണേട്ടൻ പറഞ്ഞ എന്ത് ചെയ്യാനും എന്ത് സാഹസം കാട്ടാനും ഞാൻ തയ്യാറാ. ഗുഡ് മോർണിംഗ്. അഭിവാദ്യം ചെയ്താൽ തിരിച്ച് അഭിവാദ്യം ചെയ്യാന്നുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കുമെന്ന് വിചാരിച്ചു. എന്താ ഗോപ, എന്ത് പറഞ്ഞു നീ? ഒന്നുമില്ല ആന്റി, ഞാനേ ഈ മുല്ലപ്പൂമാല എന്ത് ഭംഗിയാന്ന് ആലോചിക്കായിരുന്നു. അതൊരു പന്തിയില്ലാതെ പോക്കാണല്ലോ ആന്റി. തല ഒഴിഞ്ഞു തന്നേക്കാം, എന്താച്ചാ ചെയ്തോന്നുള്ള മട്ടില്. അവൾക്ക് നമ്മുടെ അടുത്ത് വല്ല സംശയം ഉണ്ടോ? എനിക്കെന്താന്ന് അറിഞ്ഞില്ലേ? അവള് സംശയിച്ച അവളുടെ ചക്കാത്തിലല്ലേ ഞാനിവിടെ കഴിയണത്. ആദ്യം വന്ന ക്ഷീണം ഒന്ന് മാറട്ടെ, അതിനിടയിൽ ഞാൻ കുടിക്കാൻ എടുക്കാം. കുടിക്കാൻ മാത്രം പോരാ, കടിക്കാനും വേണം. റിയലി ഫാന്റാസ്റ്റിക് മൂവിഡാ, ത്രില്ലിംഗ് ആൾസോ. എനിക്കത് ഒന്നുകൂടെ കാണണം. എനിക്കും കാണണം. ഇന്ന് പോയാലോ? ഏയ്, ദിസ് ഓൾസോ ഫാന്റാസ്റ്റിക് ഡാ. എങ്ങനെയുണ്ട്? കീപ് ക്വയറ്റ്. അതെന്റെ ഒരു സ്വന്തക്കാരിയാണ്. എടാളിയാ വെറുതെ നമ്പർ ഇറക്കണ്ട കേട്ടോ. ഞങ്ങൾ അറിയാതിനൊക്കെ സ്വന്തക്കാരി. എന്നിട്ട് നിന്നെ കണ്ട ഭാവില്ല. അത് ശരിക്കും എന്നെ കണ്ടിട്ടാവില്ല, അതാ. ഡൂപ്പ് ഇപ്പഴാ ഓർത്തത്. അവൾ എന്റെ ഒരു സ്വന്തക്കാരിയാ. ഞാൻ ചെന്ന് ലോയും പറഞ്ഞിട്ട് വരാം. ബാബു, കം ബാക്ക്. നളിനി, 1 minute പ്ലീസ്, ഒന്ന് പറഞ്ഞോട്ടെ. ഗോപൻ, വഴി അങ്ങോട്ട് മാറി നിൽക്ക്, വെറുതെ കുഴപ്പമുണ്ടാക്കാതെ. നളിനി, ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് പ്ലീസ്. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായതുകൊണ്ടാണ്. നിനക്ക് കുഴപ്പമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അവരുടെ അടുത്ത് നീ എന്റെ സ്വന്തക്കാരിയാന്ന് പറഞ്ഞത്. വാ, ബൈക്കിൽ കയറ്. കുറച്ച് അപ്പുറത്തോണ്ട് വിട്ടേക്കാം, പിന്നെ നിന്റെ പാട്ട് പോയിക്കോ. ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഇത്രയും നേരം നേർവഴിക്കായിരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് കഥ മാറും. ഗോപനാ പറയണേ, മൈൻഡ് ഇറ്റ്. ആന്റി, എനിക്ക് അവളെ കല്യാണം കഴിക്കണം. ആരെ? ഇവിടുത്തെ ആ സർപ്പസന്തതിയെ.
നീ എന്താ വല്ലാണ്ടിരിക്കുന്നത്? വാ, അകത്തേക്ക് കയറിയിരിക്കെ. വാ. എന്താ ഉണ്ടായത് പറയേ. നടു റോഡില് അത്രയും ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ചിട്ട് അവളെന്നെ ഇൻസൾട്ട് ചെയ്തു. അതിനാ കല്യാണം? ആന്റി, ഗോപന്റെ വാശി ആന്റിക്ക് അറിയാഞ്ഞിട്ടാ. എനിക്ക് അവളെ വേണം. എന്നിട്ട് വേണം ഇഞ്ചിഞ്ചായിട്ട് എനിക്കിന്നുണ്ടായ അവമാനത്തിലെല്ലാം എനിക്ക് അവളോട് പകരം ചോദിക്കാൻ. അതിനിത് ആലോചിക്കാവുന്ന കാര്യല്ലേ ഉള്ളൂ. നീ കിടന്ന് അട്ടഹസിക്കണ്ട. അതുപോട്ടെ, അവസാനം ഈ ഞാൻ കരിവേപ്പിലായി പോവുന്ന. നെവർ. ഓൾഡ് ഈസ് ഗോൾഡ്. ഒരു ഒഴുക്കൊരു സന്തോഷം വരുമ്പോ ഇപ്പുറത്ത് ഇങ്ങനെയൊരു എന്റെ അടുത്ത് ചീറ്റിട്ടാ പോയത്. വീട്ടിലാണെങ്കിൽ ഇളമയുണ്ടാവും അവന് സപ്പോർട്ടിന്. നളിനി, ഗോപൻ അവന്റെ ഒരു ആഗ്രഹം പറയായിരുന്നു. അവന് നിന്നെ കല്യാണം കഴിക്കണമെന്ന്. അവനാണെങ്കിൽ സ്വത്തുമുണ്ട്, പഠിപ്പുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. നിനക്കും ഇപ്പൊ ജോലിയായി. ഇനി സംബന്ധക്കാരും ചിന്തിച്ച എന്താ കുഴപ്പം? ഒരുത്തി ഇവിടെ നിന്ന് ഇങ്ങനെ എന്തൊക്കെയാ ചിലക്കണുണ്ട്. നീ നിന്റെ പാട്ടങ്ങ് പോയാ? എന്റെ കല്യാണം ഇന്നോ ഇന്നലെ നിശ്ചയിച്ചൊന്നും അല്ലല്ലോ ഇളമേ. നിങ്ങൾക്കത് നന്നായിട്ട് അറിയുകയും ചെയ്യാം. എന്തറിയാന്നാ? ആര് നിശ്ചയിച്ചെന്നോ നിന്റെ കല്യാണം? എനിക്ക് വേണ്ടപ്പെട്ടവര്. ആ വേണ്ടപ്പെട്ടവരല്ലോ നിന്നെ ഇപ്പൊ തീറ്റിപ്പോറ്റുന്നത്. എടി, വായാലാരോ എന്തോ എപ്പോഴോ പറഞ്ഞു വെച്ച് അതെങ്ങനെ നിശ്ചയാവുന്നത്? അല്ലാണ്ടൊരു കല്യാണം എനിക്ക് വേണ്ട. എന്നെ എന്റെ പാട്ടിന് ജീവിക്കാൻ വിട്ടാ മതി. എന്താ എനിക്കൊരു കുഴപ്പം? അതൊന്നും അറിഞ്ഞാ കൊള്ളാമായിരുന്നു. നീ എന്തിനാ വേവലാതിപ്പെടുന്നേ? ഞാൻ ജീവനോടുണ്ടെങ്കിൽ നിനക്ക് ഇത് നടത്തി തരും. പോരെ? ഒന്നുകൂടി ഒഴിയടോ. എത്ര മാറ്റവൻ അടിച്ചാലും എടോ ലക്ഷ്മണ, ഈ നാടൻ അടിക്കുന്നതിന്റെ സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാ. അല്ലേലും ആശാന്റെ ഈ നാടനടി കുപ്രസിദ്ധമാണല്ലോ. എടോ, ഇത് വരെയും രഹസ്യം തന്നെയാ. പിമ്പിരിയായിട്ട് നീ കിടന്ന് കൂവിയാലേ പരസ്യമാവത്തുള്ളൂ. പിമ്പിരിയോ? ആര്, ഞാനോ? അഥവാ ആയാലും വേണ്ടാത്തൊരു വാക്ക് ലക്ഷ്മണന്റെ വായിന്ന് വരില്ല. പോരെ? ടീച്ചർ ഇതിനകത്തുണ്ടായിരുന്നോ? പ്രോവിഡന്റ് ഫണ്ട് ഓഫീസർ പോയിട്ട് കാര്യമുണ്ടായിരുന്നു. സംഘത്തിന്റെ അടുത്ത്. ഏതാ ടീച്ചറുടെ സ്കൂള്? സെന്റ് മൈക്കിൾസ്. ഓ, ഇവിടെ അടുത്ത് തന്നെയല്ലേ? അതെ. ഞാൻ എന്റെ കഥയെല്ലാം തോമസും മിസ്സിസും കൂടെ പറഞ്ഞു പിടിപ്പിച്ചിരിക്കും. അത്രയ്ക്കൊന്നും സെന്റിമെന്റലായി കൂടാന്ന് സ്വയം തോന്നാഞ്ഞിട്ടല്ല. ചിലപ്പോ ചില കാര്യങ്ങളിൽ അതങ്ങനെ ആയി പോകുന്ന. ടീച്ചർക്കും അതറിയാതിരിക്കുമല്ലോ അല്ലേ? സോറി, അതൊരു കുത്തുവാക്കായിട്ട് എടുക്കണ്ട. ഒരു എന്താ പറയാ, ഒരു സിമിലാരിറ്റി, അത് ഓർത്തു പോയതാ. കളിയോ പോണു എന്റെ സ്വന്തക്കാരി ഒരുത്തന്റെ കൂടെ തൊള്ളിക്കൊണ്ട്. യോഗം വേണടാ. മറുക് അതല്ല നിനക്ക്. ഒരു തരത്തിൽ നോക്കിയാൽ അത്യാഗ്രഹമാണ്. ഈ നിലയിൽ നിൽക്കുന്ന ടീച്ചറോട് പറഞ്ഞുകൂടാത്തതുമാണ്. എന്നാലും കഴിയുന്നിടത്തോളം എനിക്ക് ടീച്ചറെ കണ്ടോണ്ടിരിക്കണം. അതിന് ഞാൻ അങ്ങനെ കാണാൻ ഞാൻ വഴിയുണ്ടാക്കിയതും വരും. തെറ്റായിട്ട് എടുക്കില്ലല്ലോ ടീച്ചറെ? ചള്ളിറച്ചി തിന്നാൻ തുടങ്ങിയ ഗോപൻ മൂത്തത് വലിച്ച് ദൂരെ കളയെന്ന് കരുതിയിട്ടാ നിങ്ങൾ ഈ കാര്യത്തിൽ വേണ്ടത്ര ഇൻട്രസ്റ്റ് എടുക്കാത്തത്. അതെന്തൊരു വർത്താനോ ഗോപ. ഞാൻ ഇക്കാര്യത്തിൽ ശുഷ്കാന്തി കാണിച്ചില്ല എന്ന് പറഞ്ഞാ ദൈവദോഷം ഉണ്ടാവും. അവള് സമ്മതിച്ചു തരാണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാ ഗോപൻ പറയണത്? കുറച്ചുകൂടെ ക്ഷമിക്കുക, അത്രല്ലാണ്ട്. പണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഭൂമി കുലുക്കത്തിലൊന്നും കുലുങ്ങാത്തോളാ ഇപ്പൊ നിങ്ങളുടെ ഈ വിശറി വീശലിന് മയങ്ങുന്നത്. നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ അതങ്ങ് പറ. ഗോപൻ അറിയാം വേറെ വഴി നോക്കാൻ. നീ എന്ത് വേണമെങ്കിലും അയക്കോ. എന്റെ അടുത്ത് ഇങ്ങനെ കുത്തുവാക്ക് പറയാണ്ടിരുന്നാ മതി.
ഞാൻ കരുതി എന്നെ കണ്ടാൽ ടീച്ചർ ഓടിക്കളയെന്ന്. ഇല്ല, ഉണ്ണേട്ടനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാവുന്ന എനിക്കറിയില്ല. ഉണ്ണേട്ടൻ കഥയൊക്കെ എഴുതുമായിരുന്നു. മനുഷ്യരെ പറ്റിയും മനുഷ്യരെ മനസ്സിനെ പറ്റി നന്നായിട്ട് അറിഞ്ഞാലേ കഥ എഴുതാൻ വയ്ക്കുള്ളെന്നോ അങ്ങനെയൊക്കെ പറയുമായിരുന്നു ഉണ്ണേട്ടൻ. എന്റെയും നിങ്ങളുടെയും മനസ്സെന്താന്ന് ഉണ്ണേട്ടൻ അവിടെ ഇരുന്നിട്ട് കാണാൻ പറ്റുമായിരിക്കുമല്ലോ. അങ്ങനെ കാണുന്ന ഉണ്ണേട്ടൻ എന്നെ വെറുക്കില്ല എന്ന് രണ്ട് മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ എന്നെ എപ്പോഴും വേണമെങ്കിലും കാണുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞ തെറ്റായിട്ട് എടുക്കില്ലല്ലോ അല്ലേ? വേണമെങ്കിൽ വായാൽ മാത്രം വിളിക്കുകയും ചെയ്തോളൂ എന്നെ മിനിന്ന്. അത് വേണ്ട, വായാൽ മാത്രം ആ പേരുച്ചരിക്കാൻ എനിക്കാവില്ല. ഞാൻ ടീച്ചർ തന്നെ വിളിച്ചോളാം. തിരിച്ചിങ്ങോട്ട് ഈ നിങ്ങളിന് പകരം എന്താ ഇഷ്ടമെന്ന് വെച്ചാ അങ്ങനെ. അറിവ് വെച്ച കാലം തൊട്ട് ഉണ്ണീട്ടാന്ന് വിളിച്ച അതേ ലാഘവത്തോടെ മറ്റൊരു പേരുച്ചരിക്കാൻ എനിക്കും ആവില്ല. നോക്കട്ടെ. അതുവരെ തൽക്കാലം ഞാൻ പേരില്ലാതെ കഴിഞ്ഞോളാം.